ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും മ്യാൻമിയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ മത്തി വെച്ചിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ മീനെല്ലാം നന്നായിട്ട് വരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ കഴുകി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മസാലകളൊക്കെ മീനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞത്, ഒരു അര ഗ്ലാസ് വാളംപുളി പിഴിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം. 3 വിസിൽ കൂടാൻ പാടില്ല, 3 വിസിൽ വരെ വേവിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മത്തി കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മീൻകറി നമ്മുടെ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക.